ഷെയർ മാർക്കറ്റിലൊക്കെ രണ്ട് വാല്യൂസ് ഉണ്ട് എപ്പോഴും മെയിനായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്ന ഫേസ് വാല്യൂ ബുക്ക് വാല്യൂ ഓരോ കമ്പനിക്കും ഉണ്ട്. ഇത് ആക്ച്വലി എന്താണ് ഫേസ് വാല്യൂ ബുക്ക് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്? ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല കമ്പനിയാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്? കമ്പനിയുടെ ഷെയർസ് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിക്സ് ചെയ്ത ഒരു വാല്യൂ ആണ് ഈ ഫേസ് വാല്യൂ. ഈ ഫേസ് വാല്യൂ ആയിരിക്കും കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ളതിൽ മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ ബുക്ക് വാല്യൂ എന്നുള്ളത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാല്യൂ ആണ് ബുക്ക് വാല്യൂ. ബേസിക്കലി ബുക്ക് വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കമ്പനിയുടെ അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടി അതിൽ നിന്ന് ലയബിലിറ്റീസ് കുറച്ച് അതിനുശേഷം അതിനെ നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ബുക്ക് വാല്യൂ എത്രയാണ് എന്നുള്ളത് അറിയുന്നത്. നോർമലി ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ഈ ബുക്ക് വാല്യൂ നോക്കുന്നത്. ഫേസ് വാല്യൂവിൻ്റെ ഒരു റിലവൻസ് എന്നുള്ളത് കമ്പനിയുടെ ഈ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും അതേപോലെ ഷെയർ ക്യാപിറ്റലിൻ്റെ എൻഹാൻസ്മെൻ്റ് അല്ലെ കൺസോൾട്ടേഷൻ അങ്ങനെയുള്ള സമയങ്ങളിലാണ് അതിന് റിലവൻസ് വരുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഫേസ് വാല്യൂ എന്നുള്ളത് ആ തുടക്ക സമയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട് തന്നെ എപ്പോഴും അത് തന്നെ ആവണമെന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ആവണമെന്നില്ല. ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ 10 ആണെങ്കിൽ പിന്നീട് അങ്ങോട്ട് കമ്പനിയുടെ ഒരു എക്സ്പാൻഷൻ്റെ ഒക്കെ സമയത്ത് അവർ ആ ഡിനോമിനേഷൻ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അത് 10 എന്നുള്ളത് 7 രൂപയാക്കാം. അങ്ങനെ അതനുസരിച്ച് നമ്പർ ഓഫ് ഷെയർസ് കൂടുകയും ചെയ്യും.